ವೀಕ್ಷಕರೇ ನಮಸ್ಕಾರ. ನಾನು ಅಖಿಲೇಶ್ ನಗಮಗಂ. ವಿಶೇಷವಾಗಿ ಇವತ್ತು ಎಡನೀರು ಮಠದ ಶ್ರೀ ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಭಾರತಿಯವರ ಚಾತುರ್ಮಾಸದ ಸಂದರ್ಭದಲ್ಲಿ ಯಕ್ಷಗಾನ ಅದೇ ರೀತಿಯಲ್ಲಿ ಹೋಲುವಂತಹ ಇನ್ನೊಂದು ಕಲೆ ಕಥಕ್ಕಳಿ ಕೇರಳಾದ್ಯಂತ ಎಲ್ಲ ಶಾಲಾ ಕಲೋತ್ಸವದಲ್ಲಾಗಿರ್ಬೋದು ಕಥಕ್ಕಳಿಯು ತನ್ನದೇ ಆದ ಸ್ವರೂಪವನ್ನು ಪಡೆದಿದೆ, ಖ್ಯಾತಿಯನ್ನು ಪಡೆದಿದೆ. ಅಂತ ಒಂದು ಕಥಕ್ಕಳಿಯನ್ನು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಡಾಕ್ಟರ್ ಬಾಲಕೃಷ್ಣ ಸರ್ ಅವರು ಉದ್ಯೋಗದಲ್ಲಿ ಪೊಲೀಸ್ ಇಲಾಖೆಯಲ್ಲಿ ಉನ್ನತ ಉದ್ಯೋಗದಲ್ಲಿದ್ದು ಈ ಕಲೆಯನ್ನು ಪ್ರೀತಿಸುವ ಒಂದು ಮಹಾನ್ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. ಈಗಾಗಲೇ ಸ್ವಾಮೀಜಿಗಳ ವೇದಿಕೆಯಿಂದ ಒಬ್ಬರು ದೈವ ಕಲಾವಿದರು ಪಣಿಕ್ಕರ್ ಎಂಬ ಸಮುದಾಯಕ್ಕೆ ಸೇರಿದ ಅವರನ್ನು ಸಹ ಗುರುತಿಸಿ ಗೌರವಿಸುವ ಇಂತಹ ವೇದಿಕೆಯಲ್ಲಿ ಒಳ್ಳೆಯ ಒಂದು ಕಥಕ್ಕಳಿಯನ್ನು ಸಹ ನಮಗೆ ನಮ್ಮ ಮನವನ್ನು ರಂಜಿಸಿದ್ದಾರೆ. ವಿಶೇಷವಾಗಿ ವರ್ಷಂಪ್ರತಿ ಎಡನೀರು ಚಾತುರ್ಮಾಸ ಸಂದರ್ಭದಲ್ಲಿ ಸ್ವಾಮಿಯ ಆಶೀರ್ವಾದವನ್ನು ಪಡೆದುಕೊಂಡು ಕಲಾರೂಪವನ್ನು ಇಲ್ಲಿ ಪ್ರಸ್ತುತಪಡಿಸುತ್ತಾರೆ. ಅವರಿಗೆ ವಿಶೇಷವಾಗಿ ನಾವು ಕಾಸರಗೋಡು ಬಹುಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಕಾಸರಗೋಡು ಅಂತ ಹೇಳುವಾಗ ಯಕ್ಷಗಾನ ಮತ್ತು ಅದು ಕಥಕ್ಕಳಿ ಇದು ಎರಡು ಕಣ್ಣಿರುವ ಹಾಗೆ, ಯಕ್ಷಗಾನವು ಸಹ ಪುರಾಣದ ಕಥೆಗಳನ್ನು ಹೇಳುವ ಹಾಗೆ ಇದು ಕಥಕ್ಕಳಿಯು ಸಹ ಪುರಾಣದ ಕಥೆಗಳನ್ನು ಹೇಳುವಲ್ಲಿ ನಮ್ಮ ಸಂಸ್ಕೃತಿ ಧರ್ಮವನ್ನು പുനശ്ചേതനಗೊಳಿಸುವಲ್ಲಿ ಯಶಸ್ವಿಯಾಗುತ್ತದೆ ಹೇಳಿಕೊಳ್ಳುತ್ತಾ വിശേഷವಾಗಿ ഈ ತಂಡಕ್ಕೆ കൃതജ്ഞത സമർപ്പിಸ್ತಾ ഇದ್ದೀನಿ. പ്രത്യേകിച്ചും ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്ന സാഹചര്യമാണ്. പരിസ്ഥിതി ദുരന്തം, സൈബർ ദുരന്തം, അതേപോലെ മയക്കുമരുന്ന് ദുരന്തം. ഇവിടെ ഒരു ഗ്രാമത്തിനെ അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ കലയുടെ ഒട്ടനവധി സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരെയും ചെറുപ്പക്കാരെയും മറ്റും കലയിലേക്ക് അടുപ്പിക്കുകയാണ് എടനീർ മഠം. അതിന്റെ ഭാഗമാവാൻ കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഏകദേശം കഴിഞ്ഞ 5 വർഷമായി 500 സ്റ്റേജ് ഇവിടെ എടനീർ മഠത്തിന്റെ ഈ സമ്പന്നമായ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയുണ്ടായി പല കലാകാരന്മാരും. അതിൽ ഞങ്ങളും അതിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കലയുടെ ലഹരി കുത്തിവെക്കുകയാണ് ഈ ഒരു മഠം. കലയുടെയും ഒരു നമ്മൾ പ്രത്യേകിച്ചും കൾച്ചറൽ ഡൈവേഴ്സിറ്റി, നമ്മുടെ സാംസ്കാരിക പൈതൃകം അതിൻ്റെതായ യഥാർത്ഥ വശം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ വരും തലമുറക്കും പ്രത്യേകിച്ചും അതിന്റെ ക്രോഡീകരണവും രേഖപ്പെടുത്തലുകളും ഡിജിറ്റൽ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു സാഹചര്യം വളരെ ശ്ലാഘനീയമാണ്. എടനീർ മഠത്തിനും നമ്മുടെ ആദരണീയനായിട്ടുള്ള സ്വാമിജിക്കും എല്ലാവിധ നന്ദിയും അദ്ദേഹത്തോട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ഉദയഭാനു. അരവത്ത് കാസർഗോഡ് ജില്ലയിലെ അരവത്ത് ബേക്കൽ ആസ്ഥാനമായിട്ട് നാട്യരത്നം ശ്രീ കണ്ണൻ പാട്ടാളി ആശാന്റെ ഓർമ്മയിൽ ഞങ്ങൾ വിഭാവന ചെയ്ത് 2013 ആണ്ടിൽ ആരംഭിച്ച നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ വളരെ വിശുദ്ധമായിട്ടുള്ള എടനീർ മഠത്തിലെ വർഷങ്ങളായി തുടർന്നു വരാവുന്ന ആ ഒരു ചാതുർമാസ വ്രതാചരണ ഭാഗമായിട്ട് കഥകളി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് വർഷമായിട്ട് ഞങ്ങളുടെ നേതൃത്വത്തിൽ നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഥകളി ഇവിടെ അരങ്ങേറാറുണ്ട്. കൂടാതെ ഇതില് ഈ ഒരു വേദി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, വിശിഷ്യ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു മണ്ണാണ്. ഈ മണ്ണില് കഥകളി മാത്രമല്ല 1000 കലകൾ ഇവിടെ വിരിയാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. 1000 കലാകാരന്മാർ വന്ന് രാവും പകലും എന്നെ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ പേരിൽ ഒരു കഥകളി ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റിയതിൽ ഞങ്ങളുടെ ചാരിതാർത്ഥ്യം സ്വാമിയോട് അറിയിക്കുകയാണ്. കൂടാതെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെറിയ ഒരു സമന്വയ എന്നുള്ള ഒരു പേരിൽ ഒരു പ്രോഗ്രാം സ്പെഷ്യലായിട്ട് നടത്തി വരുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന കഥകളി ക്ലാസിക്കൽ കലാരൂപമായിട്ടുള്ള കേരളത്തിന്റെ തനത് കലാരൂപമായിട്ടുള്ള കഥകളിയാണ്. ആ കഥകളിയും കർണാടക അല്ലെങ്കിൽ ഉത്തര മലബാറിന്റെ അല്ലെങ്കിൽ നമ്മൾ തുളുനാടിന്റെ കലാരൂപമായിട്ടുള്ള യക്ഷഗാനവുമായിട്ട് ഒരു താദാത്മ്യ വൈജാത്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പല വേദികളിലായിട്ട് നമ്മൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾക്ക് അതിനുള്ള ഒരു വേദി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള അവതരണവും നമ്മൾക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. തുടർന്നും കഥകളിയുടെയും യക്ഷഗാനത്തിന്റെയും അതുപോലെയുള്ള തനി തുളുനാടൻ കലാപാരമ്പര്യത്തിന്റെ ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റും എടനീർ മഠവുമായിട്ട് സഹകരിച്ച് തുടർന്നും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നശിച്ചു പോകുന്ന പലതരം നാടൻ കലകളെയും ഞങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അവസരം നമ്മൾക്ക് എല്ലാ വർഷാവർഷവും നൽകുന്ന സ്വാമിജിയോടുള്ള കടപ്പാട് ഞങ്ങൾ ഇവിടെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.